പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അനുദിന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഈ വിശുദ്ധ വാരത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. നാം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഈ ദിനങ്ങളെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുകയും മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്ന അത്ഭുത നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു സമയമാണ്. പാപമോചനങ്ങൾ ലഭിക്കുന്നതിലൂടെ നമ്മുടെ ബന്ധനങ്ങളെല്ലാം വിട്ടുമാറുക. പ്രിയ മക്കളെ, കണ്ണിന്റെ കാഴ്ചയുടെ ബന്ധനങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. പഠന മേഖലയിൽ ഉള്ള ബന്ധനങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ജോലിയുടെ മേലുള്ള ബന്ധനങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഒരു മകളുടെ മേലുള്ള, തൻ്റെ കുഞ്ഞു മകളുടെ മേലുള്ള ബന്ധനങ്ങൾ, പ്രത്യേകിച്ച് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോയിട്ട് വേദനിക്കുന്ന അപ്പനും അമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. കാരണം അവർക്കറിയാം ആ മകളുടെ ബന്ധം തങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒരു ചാവുദോഷമായി തീരും എന്നുള്ള അവരുടെ ജ്ഞാനവും ജ്ഞാനം കൊണ്ടും പറഞ്ഞു മടുത്തിട്ട് ഇനി ദൈവത്തിന് മാത്രമേ ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ അവരുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ആ ഒരു പൈശാചികമായ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ ബിസിനസിന്റെ മേല് ശത്രുദോഷമുള്ള മക്കൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവര് നന്നാകരുത്, അവര് രക്ഷപ്പെടരുത്, സാമ്പത്തിക ഉയർച്ച അവർക്കുണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ച് ബോധപൂർവം പല കുടുംബങ്ങളെയും അസ്ഥിരപ്പെടുത്തുന്ന, അവരുടെ ബിസിനസ് തകർക്കുന്ന, കച്ചവടങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന കൂടോത്തരങ്ങളിലൂടെ, മന്ത്രവാദങ്ങളിലൂടെ, ആഭിചാരങ്ങളിലൂടെ, പരദൂഷണങ്ങളിലൂടെ, ബോധപൂർവം കള്ളക്കേസുകളിലൂടെ ബോധപൂർവം പ്രവർത്തിക്കുന്ന തിന്മയുടെ എല്ലാ രൂപികളെയും ഈ വലിയ വിശുദ്ധവാര ദിനങ്ങളില് നിങ്ങളുടെ 3 നിയോഗങ്ങളിൽ ഒന്നായി അത് മാറുമ്പോൾ അച്ഛൻ ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ വിശുദ്ധവാര ദിനങ്ങളിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയോടൊപ്പം 3 നിയോഗങ്ങൾ എഴുതി ബൈബിളിൽ സൂക്ഷിക്കുകയോ ഞങ്ങൾക്ക് അയച്ചു തരികയോ ചെയ്യുന്ന എല്ലാ മക്കളെയും അവരുടെ 3 കാര്യങ്ങളിലുള്ള പൈശാചികമായ പീഡകള് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വീട്ടിലെ കലഹങ്ങള്, വീട്ടിലെ സംശയരോഗങ്ങള്, വീട്ടിലെ അസ്വസ്ഥതകള്, സാമ്പത്തിക ക്ലേശങ്ങള്, ക്ഷയം, പനി, വീക്കം, വരൾച്ച, ഉഷ്ണക്കാറ്റ്, ആ വിധത്തിലുള്ള ബന്ധനങ്ങള് കർത്താവായ യേശുവിന്റെ നാമത്താൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. നാരകീയ ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ. സാത്താന്റെ സ്വാധീനങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. മദ്യപാനത്തിന്റെ ദുരാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ വിട്ടുമാറട്ടെ. ലഹരിയുടെ ദുരാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഇതുമൂലം ഉണ്ടാകുന്ന സംശയ രോഗങ്ങള്, തെറി, കലഹങ്ങള്, വഴക്ക്, ഉപദ്രവങ്ങള് യേശുനാമത്തിന്റെ ശക്തിയാൽ അവയെല്ലാം തകർക്കപ്പെടട്ടെ. നാശകരമായ ജീവികളും പ്രകൃതി വിരുദ്ധ ശക്തികളും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് യേശുനാമത്താൽ വിട്ടുമാറട്ടെ. ഇന്ന് നമുക്കായി ലഭിച്ചിരിക്കുന്ന വചനം സങ്കീർത്തനങ്ങള് 106 അധ്യായം 47 തിരുവചനമാണ്. മക്കളെ, ഈ ദിവസകാലത്ത്, പ്രത്യേകിച്ച് വലിയ ആഴ്ചയില്, ഈ വിശുദ്ധ വാരത്തില് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മെസ്സേജാ: ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്കിടവരട്ടെ. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്: രക്ഷകനായ ദൈവമേ, ഞങ്ങളുടെ മേൽ ഇടപെടണമേ, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണമേ, ഞങ്ങളെ സഹായിക്കണമേ. മനസ്സ് നിറഞ്ഞങ്ങയെ സ്നേഹിക്കാനും, മനസ്സ് നിറഞ്ഞങ്ങയെ ആരാധിക്കാനും, മനസ്സ് നിറഞ്ഞങ്ങയ്ക്ക് നന്ദി പറയാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ തലമുറകൾക്ക് സാധിക്കട്ടെ. അതിനാൽ ഞങ്ങളുടെ മേലുള്ള ഭിന്നതകള്, സഭയുടെ മേലുള്ള ഭിന്നതകള്, കുടുംബത്തിന്റെ മേലുള്ള ഭിന്നതകള്, സമൂഹങ്ങളുടെ മേലുള്ള ഭിന്നതകള് യേശുക്രിസ്തുവിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, സാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അരൂപിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് ഈ വിശുദ്ധ വാരത്തിന്റെ ആദ്യ ദിവസം
തിങ്കളാഴ്ച ദിവസം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ. അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശുമിശിഹായുടെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ, വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥത്താൽ, വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എനിക്ക് ദാനമായി നൽകിയ എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളെ ശല്യപ്പെടുത്തുന്ന, ഉപദ്രവിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു, ഞാൻ കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളിൽ നിന്ന്, ഇവരുടെ ജീവിതങ്ങളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാക്കുന്ന നിന്റെ ദുഷ്ടത്തരങ്ങളിൽ നിന്ന് അവസാനിപ്പിച്ച് പുറത്തു പോകുക. ആദിവ്യാധികളും പീഡകളും ആപത്തും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ യേശുനാമത്താൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ തിരുശരീരത്തിന്റെ നാമത്താൽ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഈ മക്കളെ വിട്ടുപോ. ശാപങ്ങളെ, കൈവശ ശക്തികളെ കർത്താവ് യേശുവിന്റെ പരിശുദ്ധ നാമത്തിലും വിശുദ്ധ കുരിശിന്റെ അടയാളത്താലും വിശുദ്ധ കുരിശിന്റെ ശക്തിയാലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് തിന്മയുടെ അരൂപികളെ ഞാൻ ശാസിക്കുന്നു, ഞാൻ ബന്ധിക്കുന്നു, ഞാൻ ബഹിഷ്കരിക്കുന്നു, ഞാൻ നിർവീര്യമാക്കുന്നു. ഇനിമേൽ ഈ മക്കളെ തൊട്ടു പോകരുതെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ, അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ. എല്ലാ നെഗറ്റീവ് എനർജികള്, എല്ലാ ശാപങ്ങള്, പാപങ്ങള്, രോഗങ്ങള്, തടസ്സങ്ങള്, ബന്ധനങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ വിട്ടുപോകുന്നു. അത്ഭുതകരമായ പവർ അനോയിന്റിംഗ് നടക്കുന്നു. ആമേൻ. നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. മക്കളെ, സർവശക്തനായ ദൈവം എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് നിങ്ങളെയും എന്നെയും കാത്തു പരിപാലിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.